ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹ നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ വചനം, ലിംഗം അല്ലേ, അതിനെപ്പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത്. സ്ത്രീലിംഗം, പുല്ലിംഗം, അതുപോലെ ഏകവചനം, ബഹുവചനം, അതെങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ആകാരാന്ത ശബ്ദങ്ങൾ എന്തായിത്തീരുന്നു, ഏം എന്നവസാനിച്ച് ബഹുവചന രൂപമായി തീരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഒരേപോലെയുള്ള ഏകവചനവും ബഹുവചനവും ഒരേപോലെ വരുന്ന ശബ്ദങ്ങളും പറഞ്ഞു. ഇന്ന് പറയുന്നത് ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇകാരാന്ത സ്ത്രീലിംഗ ശബ്ദം, അതായത് ഹ്രസ്വമായ ഈൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ ശബ്ദങ്ങൾ എന്താകുന്നു, യാം എന്ന് ചേർക്കുമ്പോൾ എന്തായിത്തീരുന്നു, അത് ബഹുവചന രൂപമായി തീരുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ. ഈകാരാന്ത ശബ്ദങ്ങൾ ഹ്രസ്വമാക്കിയിട്ട് അതിനോടൊപ്പം യാം എന്ന് ചേർക്കുമ്പോഴും എന്തായി മാറുന്നു, ബഹുവചനമായിട്ട് മാറുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. എന്താ ഈ ഇകാരാന്തം എന്ന് പറയുമ്പോൾ ഇടതുവാതിഥി ഹ്രസ്വ ഈ ആണല്ലേ, തിഥി. അപ്പോൾ ഇത് ഈല അവസാനിക്കുന്നത് തിഥി. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഇതെന്തായി വരുന്നു, ഇതിൻ്റെ കൂടെ എന്താ പറഞ്ഞാൽ ഇകാരാന്ത സ്ത്രീലിംഗ ശബ്ദം, ഇതെല്ലാം സ്ത്രീലിംഗ ശബ്ദമാണ് ഈ എഴുതിയതെല്ലാം. അപ്പം ഇകാരാന്ത സ്ത്രീലിംഗ ശബ്ദത്തിൻ്റെ ഓടൊപ്പം എന്താ ശബ്ദം എന്തായി മാറുന്നു, ബഹുവചനമായി മാറുമ്പോൾ എന്തായി മാറുന്നു എന്ന് പറഞ്ഞാൽ യാം എന്നായി മാറുന്നു അല്ലേ. യാം എന്നതിൽ അവസാനിക്കുന്നു. നമുക്ക് നോക്കാം. അപ്പം തിഥിക്ക് എന്ത് പറയും, എന്താ കുട്ടികളെ പറയാ തിഥിക്ക്? തിഥി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, തീയതി എന്ന് കേട്ടിട്ടുണ്ടാവും. തിഥിയാം. മനസ്സിലായോ? അതായത് ഹ്രസ്വമായ ഇകാരാന്ത ശബ്ദത്തോടുകൂടി യാം എന്ന ചേർക്കുമ്പോൾ അത് ബഹുവചന രൂപത്തിലേക്ക് മാറുന്നു. ഈ തിഥി എന്നുള്ളത് സ്ത്രീലിംഗമാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഒരേ കാര്യത്തിൽ തന്നെ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുന്നു. എന്ത്? വചനവും ലിംഗ് അല്ലേ. അനി രീതിയും ഇകാരാന്ത ശബ്ദമാണ്. നമുക്ക് നോക്കാം എന്തായി വരുന്നു, രീതിയാം. ബഹുവചന രൂപം വരുന്നത്. ഇനി നീതി, അതും ഇകാരാന്ത ശബ്ദമാണ്. അപ്പോൾ അതെന്തായി മാറുന്നു, ബഹുവചന രൂപത്തിൽ നീതിയാം. കണ്ടല്ലോ. ഇനി അടുത്തെന്താണ്, കൃതിയും ഇകാരാന്ത ശബ്ദമാണ്. അപ്പോൾ എന്തായി മാറുന്നു, അത് ബഹുവചന രൂപമായി വരുമ്പോൾ കൃതിയാം. മനസ്സിലായല്ലോ. ഇനി പൂരി, അതെന്തായി മാറുന്നു, ഇകാരാന്ത ശബ്ദമാണ്. അത് പൂരി യാം എന്നായി മാറുന്നു. പൂരിയാം. ഇനി ഈ കാരാന്ത ശബ്ദം കണ്ടോ, ഇതെല്ലാം എന്താ ഈ എന്ന് അവസാനിക്കുന്നു. അതാണ് ഈ കാരാന്ത ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ കാരാന്ത ശബ്ദം ബഹുവചന രൂപമായി മാറുമ്പോൾ എന്ത് വരുന്നു, അതുപോലെ തന്നെ യാം എന്ന് തന്നെ ചേർക്കാം. അപ്പം എന്താവുന്നു, നീ എന്നുള്ളത് ഹ്രസ്വമായി മാറുന്നു. മനസ്സിലായല്ലോ. റാണിയ എന്നായി മാറുന്നു. ഓക്കെ. ഇനി അടുത്തത് ടോപ്പി എന്താണ്, ഈ കാരാന്ത ശബ്ദമാണ്. പക്ഷേ അത് ബഹുവചന രൂപത്തിൽ വരുമ്പോൾ ഇകാരാന്ത ശബ്ദമായി വരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ. എങ്ങനെ വരുന്നു, ടോപ്പിയ. ഇനി ലഡ്കി എന്തായി മാറുന്നു, ലഡ്കിയ. ഉണ്ടോ, അത് ഹ്രസ്വമായി മാറി അതിനോടുകൂടി യാം എന്ന് ചേർക്കുന്നു.
അപ്പോൾ ബഹുവചന രൂപം കിട്ടുന്നു. ഇതൊക്കെ സ്ത്രീലിംഗ പദമാണ്. ഇനി സഖി, സഖിയും ഈ കാരാന്ത ശബ്ദമാണ്. അപ്പം നമുക്കതെന്താക്കി മാറ്റാം, ബഹുവചന രൂപത്തിൽ വരുമ്പോൾ അതെ ഹ്രസ്വമായിട്ട് സഖിയാമെന്നായി വരുന്നു അല്ലേ. ഇനി തൈലി എന്ത് വരും, കാണുന്നില്ല കുട്ടികളെ, തൈലി, തൈലി എന്നുള്ള എന്തായി മാറുന്നു, തൈലിയാം. കണ്ടല്ലോ, മനസ്സിലായില്ലേ. ഇത് മറ്റൊരു ട്രിക്ക്. ഇനി മറ്റൊരു ട്രിക്ക് നമുക്ക് പഠിക്കാം. ഇനി അടുത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകാരാന്ത ആകാരാന്ത് ശബ്ദം ബഹുവചനത്തിലാവുമ്പോൾ എന്തായി മാറുന്നു, ഏം എന്ന് അവസാനിക്കുന്നു. അകാര അല്ല, ഇത് ഉകാരാന്താണ് കേട്ടോ കുട്ടികളെ, സോറി എന്നോട് പറയാണ്ട് തെറ്റിപ്പോയി. ഉകാരാന്ത ശബ്ദവും ആകാരാന്ത ശബ്ദവും ബഹുവചന രൂപത്തിൽ ഏം എന്നതിൽ അവസാനിക്കുന്നു. അപ്പം നമുക്ക് നോക്കാം. ഇത് വസ്തു, വസ്തു എന്ന് പറയുമ്പോൾ എന്തായി, ഉകാരാന്ത ശബ്ദം കണ്ടല്ലോ, വസ്തു ഉ. അപ്പോൾ ഇത് ഉകാരാന്ത ശബ്ദമാണ്. അപ്പം നമുക്കത് ബഹുവചന രൂപമാക്കാം. എന്തായി വരുന്നു, വസ്തു ഏം കൊണ്ടല്ലോ. ഇനി ഋതു, അത് ഊലാണ് അല്ലേ, ഉകാരാന്ത ശബ്ദമാണ്. അപ്പോൾ എന്തായി വരുന്നു, സോറി അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കിയത്, വസ്തു എന്നുള്ളത് ഉകാരാന്ത ശബ്ദമാണ്. അതിൽ ഏം എന്ന് ചേർത്തപ്പോൾ വസ്തു എന്ന് ലഭിച്ചു, ബഹുവചന രൂപവും കിട്ടി അല്ലേ, ബഹുവചന രൂപം കിട്ടി. ഇനി ഋതു എന്നുള്ളത് വരുമ്പോഴോ അതിനോടുകൂടി ഏം എന്ന് ചേർക്കുമ്പോൾ എന്ത് കിട്ടുന്നു, ഋതു ഏം. മനസ്സിലായല്ലോ. ഇനി മൃത്യു, മൃത്യുവേ. ഇനി അടുത്തെന്താ, കഥ, അത് ആകാരാന്ത ശബ്ദമാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഉകാരാന്ത ശബ്ദം. ഇനി അടുത്തത് ഈ കഥ എന്നുള്ളത് ആകാരാന്ത ശബ്ദമാണെന്ന് മനസ്സിലായി. അപ്പോൾ എന്ത് വരും, കഥായേ. കണ്ടല്ലോ, കഥായേ. അടുത്തത് മഹിള, എന്തായി വരുന്നു, ആകാരാന്ത ശബ്ദമാണ്. അപ്പോൾ അതെന്തായി ബഹുവചന രൂപത്തിൽ വരുമ്പോൾ എന്തായി മാറുന്നു, മഹിളായേ. കണ്ടല്ലോ. ഇനി അടുത്ത എന്താണ്, ദവ, അത് നമുക്ക് ബഹുവചന രൂപമാക്കാം, ദവായേ. മനസ്സിലായല്ലോ. ഇനി മാതാ, അപ്പോൾ എന്താ ബഹുവചനം വരുമ്പോൾ വരിക, മാതായേ. ഇതെല്ലാം എന്ത് ശബ്ദമാണ്, അകാരാന്ത ശബ്ദം. ഇനി ബഹു, അപ്പോൾ ഇതെന്ത് ശബ്ദമായി, ഉകാരാന്ത ശബ്ദം. അപ്പോൾ എന്താ വരിക, ബഹുവേ. മനസ്സിലായല്ലോ. അടുത്തത് വധു, അതും ഉകാരാന്ത ശബ്ദമാണ്. അതെന്തായി മാറുന്നു, ബഹുവചന രൂപം വരുമ്പോൾ വധുവേം, വധുവേം എന്നായി മാറുന്നു. ഇനി നമുക്ക് എന്താ, ഇനി നമുക്ക് या में अंत होने वाले स्त्रीलिंग शब्द बहुवचन में अनुनासिक या चंद्र बिंदु छोड़ता है. എന്തായാലും മനസ്സിലായത്, യാ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ ശബ്ദങ്ങൾ അത് ബഹുവചനമായി വരുമ്പോൾ ചന്ദ്രകലയും കുത്തുമിട്ടുന്നു അർത്ഥം. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ എന്താ ഉദാഹരണം കൊടുത്തിരിക്കുന്നു, ചിടിയ. അപ്പോൾ എന്താ അത് ബഹുവചന രൂപമായി വരിക, ചിടിയാം അല്ലേ, ചിടിയാം. ഇനി ഗുഡിയ,
ഗുഡിയ. ധാരാളം ഇതുപോലെ യാൽ അവസാനിക്കുന്ന വാക്കുകളുണ്ടാവും. ഇപ്പം തൽക്കാലം ഇത്രയേ ചേർത്തിട്ടുള്ളൂ. അപ്പം പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഓക്കെ. ഇനി അടുത്തത് ആകാരാന്ത പുല്ലിംഗ ശബ്ദം. മനസ്സിലാകുന്നുണ്ടല്ലോ? आकारांत पुल्लिंग शब्दों के साथ प्रत्यय छोड़ने से अंतिम आकारांत एकारांत बनते हैं. अंता മനസ്സിലായത്? ആകാരാന്ത പുല്ലിംഗ് ശബ്ദോं के साथ, അതായത് ആയിൽ അവസാനിക്കുന്ന പുല്ലിംഗ വാക്കുകളോടൊപ്പം പ്രത്യയം വരുമ്പോൾ, പ്രത്യയം എന്താണെന്ന് നിങ്ങൾ മുന്നേ ക്ലാസ്സിൽ പഠിച്ചു. പ്രത്യയം വരുമ്പോൾ അത് എന്തായിത്തീരുന്നു? ആ ഏകാരാന്തത്തിൽ അവസാനിക്കുന്നു. അത് ഏകാരാന്തമായി തീരുന്നു. മനസ്സിലായോ? അപ്പം കൂടുതലായിട്ട് കേട്ടോളാം. 1, 2, 3 ആവർത്തി മനസ്സിലാവുന്നവരെ ശ്രദ്ധിച്ചോളാം. ശരി, ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നു. ലഡ്ക ജോഡ് ക. അപ്പം എന്താ വരിക? ലഡ്ക പ്ലസ് ക എന്തായി വരും കുട്ടികളെ? എന്തായി വരിക? എന്തായി വരുന്നു പറഞ്ഞിട്ടുണ്ട്? ഏകാരാന്തത്തിൽ അവസാനിക്കുന്നു അല്ലേ? ഏകാരാന്തമായി തീരുന്നു. അപ്പം എന്താ? ലഡ്ക പ്ലസ് ക എന്തായി? എന്തായി? ലഡ്കേ കാ. മനസ്സിലായല്ലോ? ഏകാരാന്തത്തിലായി മാറി അല്ലേ? ലഡ്ക എന്നുള്ളത് ലഡ്കേ. മനസ്സിലായല്ലോ? ഇനി കമ്ര പ്ലസ് മേ കമറേ മേ. മനസ്സിലായല്ലോ? പൗധ പ്ലസ് ने പൗധേ ने. കാർഖാന പ്ലസ് പർ ഇതായി വരുന്നു കാർഖാനെ പർ. ഉണ്ടോ? അടുത്തെന്താണ്? ഘോഡ പ്ലസ് കോ എന്തായി മാറുന്നു? ഘോഡേ കോ. മനസ്സിലായല്ലോ? ഇതെല്ലാം നിങ്ങൾ മനസ്സിരുത്തി വായിച്ച് പഠിക്കുക. ഇനി അടുത്തത് എന്താണ്? सभी पुल्लिंग और स्त्रीलिंग बहुवचन शब्दों के साथ प्रत्यय छोड़ने पर वे ओम नामक स्वर में समाप्त होते हैं. എന്താ മനസ്സിലായത്? പുല്ലിംഗ സ്ത്രീലിംഗ ബഹുവചന ശബ്ദത്തോടൊപ്പം പ്രത്യയം ചേരുമ്പോൾ അവ ഓം എന്ന പേരിൽ അവസാനിക്കുന്നു. ഇതാ ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നു. എന്താ കുട്ടികളെ? കണ്ടില്ല കുട്ടികളെ നിങ്ങളിതൊന്നും? സോറി, മുന്നിലത്തെയും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഇത് കണ്ടിട്ടില്ല നിങ്ങൾ? या में अंतिम होने वाले स्त्रीलिंग शब्द बहुवचन में अनुनासिक ചന്ദ്രബിന്ദു जोड़ता है. അതുപോലെ ഇത് കണ്ടോ നിങ്ങൾ? आकारांत पुल्लिंग शब्दों के साथ प्रत्यय जोड़ने से अंतिम आकारांत एकारांत बनते हैं. ഇനി ഇതുകൂടി പറയാം. सभी पुल्लिंग और स्त्रीलिंग शब्दों के साथ प्रत्यय जोड़ने पर वे ओम नामक स्वर में
समाप्त होते हैं. എന്താ മനസ്സിലായത്? നമുക്ക് നോക്കാം. സ്ത്രീലിംഗ പുല്ലിംഗ ബഹുവചന ശബ്ദത്തോടൊപ്പം പ്രത്യയം വരുമ്പോൾ അത് ഓം എന്നതിൽ അവസാനിക്കുന്നു. അപ്പം നോക്കാം. ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നു. ദുക്കാനെ പ്ലസ് മേ. എന്തായി വരും കുട്ടികളെ? ദുക്കാനോ മേ അല്ലേ? ദുക്കാനോ മേ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? നദിയ പ്ലസ് കാ നദിയോ കാ. ഇനി കവിതായേം പ്ലസ് കെ. എന്തായി വരുന്നു? കവിതാവോ കെ. മനസ്സിലായല്ലോ? ഇനി ഘർ പ്ലസ് മേ ഘരോമേ. കണ്ടല്ലോ? ഇതെല്ലാം പണ്ടേ സംശയം വരുന്ന വാക്കുകളാണ്. ഈ ബഹുവചന രൂപത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന്. ഇനി പക്ഷി പ്ലസ് ക. എന്തായി വരും കൂട്ടളെ? എന്തായി വരുന്നു? പക്ഷി യോം കാ. കണ്ടല്ലോ? ഇനി ലോഗ് പ്ലസ് എ. ലോഗോം ലോഗോം. എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ലോഗോം സേ. ഹാത്തി പ്ലസ് കോ. എന്തായി വരുന്നു? ഹാത്തിയോ കോ. മനസ്സിലായല്ലോ? ഇനി കാർഖാനെ പ്ലസ് മേ. എന്തായി വരുന്നു? കാർഖാനെ പ്ലസ് മേ. എന്താ വരുന്നു? കാർഖാനോ. കാർഖാനോമേ. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ സ്ത്രീലിംഗം ഏത്, പുല്ലിംഗം ഏത്, ബഹുവചനം, ഏകവചനം ഒക്കെ മനസ്സിലാവും. പ്രത്യയങ്ങൾ ചേർക്കേണ്ടതും ഒക്കെ മനസ്സിലാവും. പ്രത്യയം ചേരുമ്പോൾ വരുന്ന മാറ്റങ്ങളും ഒക്കെ മനസ്സിലാവും. അപ്പോൾ ഇത് നിങ്ങൾ ഭംഗിയായി പഠിക്കും. ഇത് കുറച്ച് ലെങ്തി ആയിപ്പോയോ എന്ന് സംശയമുണ്ട്. എന്നാലും സാരമില്ല. ഇത് ജീവിതകാലം മുഴുവനും മറക്കാതെ പഠിച്ചാൽ അത് ഉപയോഗിക്കാം കേട്ടോ. വിദ്യ കൊണ്ട് എന്തേ ഉള്ളൂ? വിദ്യ കൂടി വരികയുള്ളൂ അല്ലേ? എന്നാൽ ഇന്നത്തെ ക്ലാസ് ഞാനിപ്പോൾ തൽക്കാലം നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങളൊന്നും സംശയവും ചോദിക്കുന്നില്ല. നിങ്ങളൊരു ലൈക്ക് പോലും തരുന്നില്ല. ഓക്കെ.